ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 18ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. ഇതൊരു പോയമാണ്, അതായത് ഒരു കവിതയാണ്. പോയം എഴുതിയിരിക്കുന്നത് നിസീം എസക്കേൽ എന്ന് പറയുന്ന ഒരു പോയറ്റാണ്. നമ്മുടെ ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ നാട്ടിൻപുറത്തിൻ്റെ കാഴ്ചകളാണ് ഈ കവിതയിൽ എടുത്തു പറയുന്നത്. ഈ കവിതയിൽ ഒരു ബാല്യകാല അനുഭവമാണ് പറയുന്നത്. നിസീം എസക്കേൽസ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ is a strong yet simple statement on the power of selfless love. The poem captures a well-detached black and white snapshot of Indian village with all its superstitious simplicity. The poet dramatizes a battle of ideas fought at night in lamplight between evil and good, between dark and light, between rationalism and blind faith. നിസീം എസക്കേലിൻ്റെ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ എന്ന കവിത നിസ്വാർത്ഥ സ്നേഹത്തെക്കുറിച്ചുള്ള ലളിതവും എന്നാൽ ശക്തവുമായ കാഴ്ചയാണ് നൽകുന്നത്. ഭാരതത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളുടെ ചിത്രമാണ് ഈ കവിതയിലൂടെ പറയുന്നത്. യുക്തിചിന്തയും ആഴമായ വിശ്വാസവും തമ്മിലുള്ള സംഘർഷങ്ങൾ ഭാവാത്മകമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് എസക്കേൽ ഈ കവിതയിലൂടെ. ഈ കവിതയിൽ ഒരു ബാല്യകാല അനുഭവമാണ് പറയുന്നത്. എസക്കേലിൻ്റെ കഥ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു രാത്രിയിൽ, മഴ പെയ്ത ഒരു രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ മാതാവിന് തേളിൻ്റെ കുത്തേറ്റു, അല്ലെങ്കിൽ ദംശനമേറ്റു. തേളൊരു ചാക്കിൻ്റെ അടിയിൽ ഒളിച്ചു. അമ്മയോട് സഹതാപം പ്രകടിപ്പിക്കാൻ അനവധി പേർ എത്തി. അവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു. ഒരു ദിവ്യ മനുഷ്യൻ്റെ മന്ത്രോച്ചാരണം കൊണ്ട് വിഷം നീക്കുന്നു. 20 മണിക്കൂറിന് ശേഷം അമ്മ സുഖം പ്രാപിച്ചു. തേൾ തൻ്റെ മക്കളെ ഉപദ്രവിച്ചില്ലെന്നോർത്ത് അമ്മ ദൈവത്തിന് നന്ദി അർപ്പിച്ചു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കാണുന്ന അന്ധവിശ്വാസത്തെയും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ മിസ്റ്ററികളെയെല്ലാമാണ് ഈ കവിതയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. തേളിൻ്റെ കുത്തേറ്റ കവിയുടെ അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. തേളിൻ്റെ കുത്തേറ്റിട്ട് പോലും വേണ്ട വൈദ്യസഹായം ചെയ്യാതെ ഏതോ ഒരു മന്ത്രവാദിയുടെ അല്ലെങ്കിൽ മന്ത്രം പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് മന്ത്രോച്ചാരണം നടത്തി തേളിൻ്റെ വിഷം എടുത്തു മാറ്റിയെന്നാണ് നമുക്ക് ഈ കവിതയിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അത്രമാത്രം ഉള്ള അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തെ ഈ കവിതയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 20 മണിക്കൂർ എടുത്തു അമ്മയ്ക്ക് സുഖം പ്രാപിക്കാൻ. ആ മന്ത്രോച്ചാരണം, ദിവ്യ മനുഷ്യൻ്റെ മന്ത്രോച്ചാരണം കൊണ്ട് വിഷം നീക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമ്മ ദൈവത്തോട് നന്ദി പറയുകയാണ്. എന്തിനാണ്? തേൾ തൻ്റെ മക്കളെയൊന്നും ഉപദ്രവിച്ചില്ല, അല്ലെങ്കിൽ തേൾ മക്കളെയൊന്നും കുത്തിയില്ലല്ലോ എന്നോർത്ത് അമ്മ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പം വിശ്വാസത്തിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ കവിതയിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും നിലനിൽക്കുന്ന അന്ധമായ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആചാര രീതികൾ ഒക്കെയാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. നമുക്കറിയാം, ഗൈഡിൽ ചെറിയ രീതിയിലാണ് നമ്മൾ കഥാഭാഗങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. വളരെ വിശദമായ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനിയുള്ള ചാപ്റ്റേഴ്സ് കൈവശം പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെറിയ ചാപ്റ്റേഴ്സാണ്. എല്ലാവരും നോട്ടൊക്കെ എഴുതുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏകദേശം 2, 3, 4 മാസമേ മാത്രമേ ബാക്കിയുള്ള എക്സാമിന് വേണ്ടി. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നമുക്ക് വെബ്സൈറ്റുകളിലെല്ലാം അവൈലബിൾ ആണ്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ഗൈഡൊക്കെ വാങ്ങിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതൊക്കെ എടുത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം താങ്ക് യു.